Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നബവിയുടെ 40 ഹദീസുകളിൽ 18ാമത്തെ ഹദീസാണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. അൻ അബീ ദർ ജുന്ദുബ് ഇബ്നു ജുനാദ വ അബി അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബിഇ അസ്-സയ്യിഅത അൽ-ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. 2 പ്രസിദ്ധരായ സ്വഹാബികളാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അബൂദർ ജുന്ദുബ് ഇബ്നു ജുനാദയും അബു അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബലും റളിയല്ലാഹു അൻഹുമാ. ഇമാം തിർമിദിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 സ്വഹാബികളെക്കുറിച്ചും ഏറെ നേരെ ഇരുന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പങ്ക്തിയുടെ സ്വഭാവം അതല്ലാത്തതിനാൽ തൽക്കാലം അതിന് മുതിരുന്നില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് 29ാമത്തെ ഹദീസിൽ ചെറുതായിട്ട് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ആയതിനാൽ 1ാമത്തെ സ്വഹാബിയായ ജുന്ദുബ് ഇബ്നു ജുനാദത്ത് ഇബ്നു സുഫിയാൻ ഇബ്നു ഉബൈദ് ഇബ്നു ഹറാം എന്ന വ്യക്തിത്വത്തെയാണ് അടുത്തറിയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു പേര് അത്ര സുപരിചിതമായിരിക്കണമെന്നില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിളിപ്പേര് കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ ശുഷ്കമായിരിക്കും. അബൂദർ അൽ ഗിഫാരി എന്നതാണ് ആ നാമം. അധികാരി കൂട്ടങ്ങൾക്കും സമ്പന്ന ഉപരിവർഗങ്ങൾക്കും ഒരുപോലെ പേടി സ്വപ്നമായ പേരായിരുന്നു അബൂദർ അൽ ഗിഫാരി എന്നത്. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഗിഫാർ എന്ന ഗോത്രത്തിലാണ് അബൂദർ ജനിക്കുന്നത്. ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണോ ബുറൈത്ത് ഇബ്നു ജുനാദ എന്നാണോ യഥാർത്ഥ നാമം എന്ന കാര്യത്തിൽ അഭിപ്രായാന്തരമുണ്ട്. ഈ ഗിഫാർ ഗോത്രം യാത്രികരെയും കച്ചവടക്കാരെയും ഒക്കെ കൊള്ളയടിക്കുകയും പിടിച്ചുപറിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ളവരാണ്. എന്നാൽ നേരത്തെ തന്നെ അബൂദർ ഇതിനോടെല്ലാം തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സഹോദരൻ ഉനൈസ് പലപ്പോഴും കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന മുതലുകൾ ഇദ്ദേഹം പാവങ്ങൾക്ക് നിർബന്ധപൂർവം ദാനം ചെയ്യിച്ച് കുടുംബത്തിൽ കയറ്റാതെ നോക്കുമായിരുന്നു. മാത്രവുമല്ല, വിഗ്രഹാരാധനയെപ്പോലും നേരത്തെ ശക്തമായി എതിർത്തിരുന്ന ആളായിരുന്നു അബൂദർ. ഒരിക്കൽ മനാത്തയുടെ വിഗ്രഹം കല്ലുകൊണ്ട് കുത്തിപ്പൊളിച്ച ചരിത്രം വരെയുണ്ട്. ആയിടക്കാണ് വദ്ദാൻ വഴി കടന്നുപോയ ഒരു അപരിചിതനായ യാത്രക്കാരനിൽ നിന്ന് മക്കയിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു പ്രവാചകൻ ആഗതനായിട്ടുണ്ടെന്ന വിവരം കേട്ടറിയുന്നത്. ഉടനെ ഉനൈസിനെ അങ്ങോട്ടേക്ക് അയച്ച് വിവരങ്ങൾ ശേഖരിച്ചു. കിട്ടിയ വിവരത്തിൽ തൃപ്തനാകാതെ സ്വന്തം നിലക്ക് തന്നെ മക്കയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. മക്കയിലുള്ള പ്രമാണിമാരും നേതാക്കളുമെല്ലാം മുഹമ്മദ് നബിക്ക് എതിരാണെന്നും അദ്ദേഹത്തെ പലവിധേന ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കിയതിനാൽ ആരോടും ഒന്നും ഉരിയാടാതെ കഅബയുടെ പരിസരത്ത് ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് അബൂദർ അങ്ങനെയിരുന്നു. രാത്രിയായപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ ഇദ്ദേഹം പെട്ടു. അപരിചിതനായ വിദേശിയായ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണവും താമസ സൗകര്യങ്ങളുമെല്ലാം അലി ഒരുക്കി കൊടുത്തു. ഒന്നും ചോദിച്ചില്ല, മിണ്ടിയതുമില്ല. അടുത്ത ദിവസവും ഇതുപോലെ സംഭവിച്ചു. 3ാം നാളിലും തൻ്റെ അതിഥിക്ക് ആതിഥേയം ഒരുക്കിയതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം തിരക്കുകയുണ്ടായി. പക്ഷെ പെട്ടെന്നൊന്നും അത് വെളിപ്പെടുത്താൻ അബൂദർ തയ്യാറായില്ല. വിവരം വളരെ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അതേപടി തന്നെ സഹായിക്കുമെന്നും ഉറപ്പു തന്നാൽ ഞാൻ കാര്യം വെളിപ്പെടുത്താമെന്നായി അബൂദർ. അക്കാര്യം യാതൊരു സങ്കോചവുമില്ലാതെ അലി റളിയല്ലാഹു അൻഹു ഉറപ്പു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് താൻ വന്നത് മുഹമ്മദ് നബിയെ കാണാനും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ സസൂക്ഷ്മം പഠിക്കാനും വേണ്ടിയിട്ടാണെന്ന കാര്യം അബൂദർ വെളിപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിന് ഏറ്റവും മികച്ച ആളെ തന്നെയാണ് സന്ദർഭവശാൽ അദ്ദേഹം കണ്ടുമുട്ടിയതും. അലിയാർ തങ്ങൾ അബൂദറിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിച്ചു. കണ്ടപാടെ റസൂലിനോട് അബൂദർ ചോദിച്ചത്, താങ്കൾക്ക് അവതീർണമായിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് പാടി കേൾപ്പിച്ചു തന്നാട്ടെ എന്നാണ്. റസൂൽ പറഞ്ഞു, പാടി കേൾപ്പിക്കാൻ ഇത് പാട്ടോ കവിതയോ ഒന്നുമല്ല, ഇത് വിശുദ്ധ ഖുർആനാണ്. എങ്കിൽ അതൊന്ന് പാരായണം ചെയ്തുതാ. റസൂൽ അത് കേൾപ്പിച്ചു. സകല നാഡീ ഞരമ്പുകളെയും തളർത്തിക്കൊണ്ട് ഹൃദയത്തെയും ചിന്തകളെയും ഒക്കെ വലിച്ചെടുക്കാൻ പ്രാപ്തമായ ആ ശ്രുതിമധുരമായ വരികൾ കേട്ടപ്പോൾ അബൂദറിന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഉടനെ ഇസ്ലാം സ്വീകരിച്ചു. ആ സമയമാകുമ്പോഴേക്കും ഇസ്ലാം സ്വീകരിച്ച 4-5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5-മതോ 6-മതോ ആണ് അബൂദറിന്റെ കടന്നുവരവ്. നേരത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞുവിട്ട ഉനൈസ്
ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് മക്കയിൽ നിന്ന് മടങ്ങിപ്പോയതെന്നും പറയപ്പെടുന്നുണ്ട്. സന്തോഷത്തോടെ റസൂൽ പറഞ്ഞു, വല്ലാഹു യഹ്ദി മൻ യശാ, അള്ളാഹു താൻ ഇച്ഛിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. വിവരങ്ങളെല്ലാം രഹസ്യമാക്കി തിരിച്ച് ഗോത്രത്തിലെത്തിയിട്ട് അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്താനായിരുന്നു റസൂലിന്റെ ആദ്യ നിർദ്ദേശം. പക്ഷേ അബൂദറിന്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. എനിക്ക് കഅബയിൽ പോയി പരസ്യമായി ഇത് പ്രഖ്യാപിക്കണം. റസൂൽ സമ്മതിച്ചില്ല. വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുക്കം റസൂലിന്റെ മൗനാനുവാദമാണ് അബൂദറിന് ലഭിച്ചത്. വളരെ സന്തോഷത്തോടെ കഅബയുടെ പരിസരത്ത് പോയിട്ട് വിഗ്രഹങ്ങളെ മുഴുവൻ ഉച്ചാടനം ചെയ്യാനും ഏകനായ അള്ളാഹുവിലേക്ക് ഖേദത്തോടെ മടങ്ങി വരാനും ജനങ്ങളെ ഉദ്ഘോഷിച്ചുകൊണ്ട് അബൂദർ വിളിച്ചു പറഞ്ഞു, ഇതേതാണ് ഈ വരത്തനായ പരദേശി? നമ്മുടെ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും അപമാനിക്കാൻ ഇവൻ എവിടുന്നാണ് ധൈര്യം വന്നത് എന്നും പറഞ്ഞ് ഖുറൈശികളെല്ലാം അദ്ദേഹത്തിന് മേൽ ചാടി വീണു. ഈ അവസരത്തിലാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നത്. അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. പക്ഷേ ഗിഫാറുകളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അതുവഴി കടന്നു പോകുന്ന എല്ലാ കച്ചവട സംഘങ്ങൾക്കും പരിക്കേൽക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഖുറൈശികളെ അക്കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചപ്പോൾ അവരെല്ലാം അബൂദറിന്റെ ശരീരത്തിൽ നിന്നും കൈയെടുത്തു. അദ്ദേഹം തിരിച്ചുപോയി. കാര്യം അറിഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, അബൂദർ, താങ്കൾ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് അള്ളാനെയും റസൂലിനെയും സന്തോഷിപ്പിച്ചിരിക്കുന്നു എന്ന്. പിറ്റേന്നും ഇത് തന്നെ ആവർത്തിച്ചു. 30 ദിവസത്തോളം അദ്ദേഹം മക്കയിൽ കഴിച്ചുകൂട്ടി. ശേഷമാണ് റസൂലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഗിഫാർ ഗോത്രത്തിലേക്ക് മടങ്ങിപ്പോയത്. തിന്മയ്ക്കെതിരെ സത്യം വിജയം പ്രാപിക്കുന്ന നേരത്ത് താങ്കൾ വിവരം അറിയുകയും അന്ന് എന്നിലേക്ക് മടങ്ങി വരികയും വേണമെന്ന് റസൂൽ മന്ത്രിച്ചിരുന്നു അദ്ദേഹത്തോട്. സാവകാശമാണെങ്കിലും ഗിഫാർ ഗോത്രം മുഴുക്കെ അദ്ദേഹത്തിലൂടെ ഇസ്ലാമിലേക്ക് വന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന അസ്ലം എന്ന ഗോത്രം പോലും ഇദ്ദേഹത്തിലൂടെയാണ് ഇസ്ലാമിനെ അടുത്തറിയുന്നത്. റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് ഹിജ്റ പുറപ്പെട്ടപ്പോൾ പോകുന്ന വഴിയിൽ ഗിഫാർ ഗോത്രത്തെ സന്ദർശിക്കുകയും അബൂദർ ഉൾപ്പെടെയുള്ളവരെ അനുമോദിക്കുകയും ചെയ്തിരുന്നു എന്നത് ചരിത്രം. പക്ഷെ അധികകാലം റസൂലിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ അബൂദറിന് സാധിച്ചില്ല. അദ്ദേഹവും മദീനയിലേക്ക് വെച്ചുപിടിച്ചു. ശേഷം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം മുഴുവൻ മസ്ജിദ് നബവിയിലാണ് ജീവിതം കഴിച്ചുകൂട്ടിയത്. പകൽ നേരങ്ങളിൽ ഇസ്ലാമിക പ്രബോധനവും രാത്രിയിൽ ഒരു ഭാഗം വിജ്ഞാനം നുകരാനും മറുഭാഗം പ്രാർത്ഥനകൾക്കും വേണ്ടി അദ്ദേഹം ഒഴിച്ചുവെച്ചു. ഖന്തക്കിന് ശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂലിന്റെ കൂടെ പങ്കെടുത്തിരുന്നു. ബനുൽ മുസ്തലിക് യുദ്ധം നടക്കുമ്പോൾ റസൂൽ അബൂദറിനെ മദീനയുടെ ചുമതല ഏൽപ്പിച്ചിട്ടായിരുന്നു യാത്ര പുറപ്പെട്ടത്. തബൂക്ക് യുദ്ധവേളയിൽ അവിസ്മരണീയമായൊരു സംഭവം ഉണ്ടായി. നന്നേ മെലിഞ്ഞുണങ്ങി ശുഷ്കിച്ചൊരൊട്ടകത്തിന് പുറത്തായിരുന്നു അബൂദർ യുദ്ധത്തിന് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടെ ഓടിയെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വളരെ പിറകെയാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കിടെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം റസൂലിന്റെ ശ്രദ്ധയിൽ ആരോ പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂദർ വരും, വരാതിരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈമാന് ഈ മരുഭൂവിന്റെ താപത്തേക്കാൾ ചൂടുണ്ട് എന്ന്. പറഞ്ഞ കൂട്ട് സൈനികരെല്ലാം വിശ്രമിച്ചു കൊണ്ടിരിക്കെ അബൂദർ വളരെ ദൂരത്ത് നിന്ന് കടന്നു വരുന്നത് റസൂൽ കണ്ടു. അന്നേരം അദ്ദേഹം പറഞ്ഞു, അബൂദറിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം ഏകനായി വരുന്നുണ്ട്, ഏകനായി തന്നെ മരിക്കുകയും ചെയ്യും. അള്ളാഹിന്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹം ഏകനായിരിക്കും എന്ന്. ഇതൊരു വലിയ പ്രവചനമായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ആ പ്രവചനം അതേപടി അന്വർത്ഥമാകുന്നത് നാം കാണുകയാണ്. രബലയിലെ മണൽക്കാട്ടിൽ അദ്ദേഹം ഏകനായി വഫാത്തായി. എന്തുകൊണ്ട് അദ്ദേഹം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, എന്തുകൊണ്ട് ആരോരുമില്ലാത്തൊരിടത്ത് മരണപ്പെട്ടു പോയി തുടങ്ങിയ വിശദാംശങ്ങൾ ഇന്ന് പറയുക സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് 24-ാമത്തെ ഹദീസിൽ അത് വിവരിക്കാൻ ശ്രമിക്കാം എന്ന് കരുതുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 281 ഹദീസുകളാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായി കാണുന്നത്. അതിൽ 12 എണ്ണമോളം മുത്തഫഖുൻ അലൈഹിയുമാണ്. ഹദീസിലേക്ക് വന്നാൽ അബൂദർ അൽ ഗിഫാരിയും മുആദ് ഇബ്നു ജബലും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅത്ബഇ സയ്യാത്തൽ ഹസന, തിന്മയെ പാപത്തെ ഒരു നന്മ കൊണ്ട് അല്ലെങ്കിൽ ഒരു സുഹൃതം കൊണ്ട് പിന്തുടരുകയും വേണം. തംഹുഹ, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ് ബിഖുലിഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും മനോഹരമായ സ്വഭാവ ഗുണങ്ങളോടുകൂടി പെരുമാറാൻ ശ്രമിക്കണം. നോക്കൂ, എത്ര മഹത്തരമായ കാര്യങ്ങളാണ് റസൂൽ പറഞ്ഞു തരുന്നത്. അള്ളാനെ സൂക്ഷിക്കണം. അത് ഏത് ഭൂഗോളത്തിലാണെങ്കിലും,
കടലിലോ കരയിലോ വാനഭുവനങ്ങളിൽ ഏത് കോണിലാണെങ്കിലും ശരി, ആൾക്കൂട്ടത്തിലോ ഏകാന്തതയിലോ രാവിലോ പകലിലോ ആരോഗ്യാവസ്ഥയിലോ രോഗാതുരതയിലോ എന്നിങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും സദാ നിശ്വാസം പോലെ കൊണ്ടു നടക്കേണ്ടുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വ എന്നത്. വസ്ത്രം ഉരിയുന്നത് പോലെയോ വസ്ത്രം അണിയുന്നത് പോലെയോ തരാതരം പോലെ സമയാസമയം പോലെ അനുഷ്ഠിക്കേണ്ടതോ കൊണ്ടു നടക്കേണ്ടതോ ആയിട്ടുള്ള ഒരു ഗുണമല്ല തഖ്വ. മഹാസമുദ്രത്തിനകത്ത്, മഹാസമുദ്രത്തിലെ വലിയ സ്രാവിന്റെ വയറ്റിനകത്തായിരിക്കുമ്പോഴും മഹാപ്രളയത്തിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലിന് മുകളിലായിരിക്കുമ്പോഴും മരുഭൂമിയിലൂടെ ജീവനും കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുമ്പോഴും സർവ്വതും കരിച്ചു കളയാൻ പ്രാപ്തിയുള്ള മഹാ തീകുണ്ടത്തിനകത്തായിരിക്കുമ്പോഴും കടലുകളെ പിളർക്കുമ്പോഴും പാറക്കെട്ടുകൾ അടർന്നു മാറുമ്പോഴും എണ്ണമറ്റ തീക്ഷണമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ശരീരത്തിലെ ഓരോ നാഡീ ഞരമ്പുകളെയും ത്രസിപ്പിക്കുന്ന ഉദ്വേഗ നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും രതിമൂർച്ചയുടെ തള്ളിച്ചയിലും എന്നു വേണ്ട സകല നിമിഷങ്ങളിലും അള്ളാഹുവിനെ ഒഴിവാക്കാതെ, മറക്കാതെ, വിസ്മരിക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കണം. കാരണം വിജയത്തിന്റെ വാഹനമാണത്, സകലമാന നന്മകളുടെയും താക്കോലുമാണത്. ഹസന, എത്രമേൽ തഖ്വ കൈവരിച്ചാലും പാകപ്പിഴവുകൾ സംഭവിക്കും. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ്. പിഴവുകൾ സംഭവിക്കാതിരിക്കുന്നതിലല്ല, അത് പാപമായി തന്നെ അവശേഷിക്കാതിരിക്കുക എന്നതിലാണ് കാര്യം. അതുകൊണ്ട് ഓരോ പിഴവുകൾക്കും തിന്മകൾക്കും ഉടനെ മറ്റൊരു നന്മയോ സുഹൃതമോ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അത് തിന്മയുടെ മേൽ ഒരു ലെയർ പോലെ ഓവർലാപ്പ് ചെയ്തു വരുമ്പോൾ തിന്മ അടങ്ങിപ്പോകും, അത് മായ്ക്കപ്പെട്ടു പോകും. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ശീലമാക്കി കഴിഞ്ഞാൽ തിന്മകൾക്ക് പകരം എപ്പോഴും നന്മകൾ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന, മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു നിലവാരം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. മറ്റൊരു ഹദീസിൽ മനോഹരമായ ഒരു ഉപമയിലൂടെ റസൂൽ ഇത് പറയുന്നുണ്ട്. ഒരു വെളുത്ത പ്രതലത്തിൽ കറുത്ത പുള്ളി വീഴുന്നത് പോലെ. പുള്ളി വീണ ഉടനെ അത് മായ്ച്ചു കളഞ്ഞാൽ വീണ്ടും ആ പ്രതലം തൂവെള്ളയായി തന്നെ നിലനിൽക്കും. അങ്ങനെ ഓരോ പ്രാവശ്യവും കറുത്ത പുള്ളികളാകുന്ന പിഴവുകൾ സംഭവിക്കുമ്പോൾ അത് മായ്ച്ചു കളയും വിധമുള്ള സുഹൃതങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രതലത്തെ തനത് തൂവെള്ള നിറത്തിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക. അതേസമയം തിന്മകൾ മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ പ്രതലം അധികം താമസിയാതെ കറുത്തിരുണ്ടുപോകും. പിന്നെ ഒരിക്കലും മായ്ക്കുക എന്നത് സാധ്യമാവുകയേയില്ല. അതുകൊണ്ട് പിഴവുകൾ സംഭവിച്ചാൽ അതിനെ മൂടിക്കളയും വിധം നന്മകൾ അധികരിപ്പിക്കുക എന്നതാണ് പരിഹാരം. ഇങ്ങനെ ചെയ്താൽ ചെയ്ത തിന്മകളെല്ലാം സമ്പൂർണമായി മായ്ക്കപ്പെടുമോ അതോ അവയുടെ ശിക്ഷയിൽ നിന്ന് നമ്മൾ മുക്തരാക്കപ്പെടുകയാണോ ചെയ്യുക എന്നത് അഭിപ്രായാന്തരമുള്ള വിഷയമാണ്. ഹുമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ ഹുമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. എല്ലാം അവിടെ ഉണ്ടാകും, പക്ഷേ അവയുടെ പ്രത്യാഘാതവും പരിണിതിയും നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല എന്നായിരിക്കാം ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്നത്. വഖാലിഖിൻ നാസ ബിഖുലിഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല വിധത്തിൽ സൽ സ്വഭാവത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. ഖുൽഖുൽ ഹസൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ, മുഅ്മിനിന്റെ മുഖമുദ്രയാണ്. സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇടപഴകുമ്പോഴും കച്ചവടം നടത്തുമ്പോഴും മറ്റെല്ലായിടങ്ങളിലും മറ്റുള്ളവരുടെ നന്മയും ക്ഷേമവും ആഗ്രഹിച്ചും ഉദ്ദേശിച്ചും കൊണ്ട് പെരുമാറാൻ ശ്രമിക്കുന്നതിനാണ് ഒറ്റവാചകത്തിൽ ഖുലുഖുൽ ഹസൻ എന്ന് പറയുന്നത്. പക്ഷേ അതിന് പ്രചോദകമാകുന്നത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളെ ശീലിക്കുക വഴിയാണ്. അപ്പൊ അത് നന്നായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ മാത്രമേ ഖുലുഖുൽ ഹസൻ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. കാണുമ്പോഴെല്ലാം കൃത്രിമമായി പുഞ്ചിരിച്ച് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിനൊക്കെയാണ് ഖുലുഖുൽ ഹസൻ എന്ന് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് വിശദമായി വേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതായാലും സമയം അതിക്രമിക്കുന്നുണ്ട് എന്ന വിചാരത്താലും ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നാളെ പരിശോധിക്കാമെന്ന പ്രതീക്ഷയാലും ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.